ഹലോ നമസ്കാരം, എല്ലാവർക്കും റൈറ്റിയസ് ഐഎസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ MTS എന്ന് പറയുന്ന പരീക്ഷയ്ക്ക്, അതായത് ഇനി വരാൻ പോകുന്ന MTS മൾട്ടി ടാസ്ക് സ്റ്റാഫ് എന്ന് പറയുന്ന ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയമാണ്. ഇപ്പം നോർമലി കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇക്കണോമിക്സിന്റെ കുറെ കോമൺ ആയിട്ട് ചില ടോപ്പിക്കുകളൊക്കെ ചോദിക്കാറുണ്ട്. ആ ടോപ്പിക്കുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരിചയപ്പെടുക. ഇതാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഒരു ഉദ്ദേശവും ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ആദ്യത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ നമ്മുടെ ഇക്കണോമിക്സിന്റെ സിലബസ് ഒന്ന് പരിചയപ്പെടുത്താം. ഈ സിലബസ് എന്ന് പറയുന്ന വാക്ക് ഞാൻ വെറുതെ ഉപയോഗിച്ചതാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഇക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക് എന്നുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ആ ടോപ്പിക്കുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് എക്കണോമി. ഇക്കണോമിയായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത ടൈപ്സ് ഓഫ് ഇക്കണോമി ഉണ്ട്. പിന്നെ ഇൻഫ്ലേഷൻ എന്ന് പറയും, ഇമ്പോർട്ടന്റ് ആണ് പണപ്പെരുപ്പം എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്ന് പറയും. അത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഉണ്ട്. മാർക്കറ്റ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. പ്ലാനിങ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ ആസൂത്രണത്തെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്, ദാരിദ്ര്യം, പിന്നെ അതുപോലെ തന്നെ തൊഴിലില്ലായ്മ. അടുത്തത് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ കൃഷികളെ കുറിച്ച്. ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ വ്യവസായങ്ങളെ കുറിച്ച്. അതുപോലെ മണി ആൻഡ് ബാങ്കിങ്. പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ഓർ ഷെയർ മാർക്കറ്റ്. ടാക്സ് സ്ട്രക്ചർ, നികുതി വ്യവസ്ഥ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ബജറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇൻഷുറൻസ് സെക്ടറിനെ കുറിച്ച് നോക്കുന്നുണ്ട്. അതുപോലെ സോഷ്യൽ സർവീസ് സ്കീംസ്, നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് സ്കീംസ് കൊണ്ടുവരാറ്, നിങ്ങൾക്ക് അറിയാം അല്ലെ? പ്രധാനമന്ത്രി ജൻധൻ യോജന, പിന്നെ അടൽ പെൻഷൻ യോജന, ഒരുപാട് സ്കീംസ് ഉണ്ട്. ആ സ്കീംസ് നമ്മൾ ഇതിനകത്ത് പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ സ്കീംസിനെ കുറിച്ച് പഠിക്കുമ്പോൾ സാധാരണഗതിയിൽ കറണ്ട് അഫയേഴ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് സ്കീംസ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് സ്കീംസ് ഒക്കെ നമ്മൾ ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുപോവുക. കൃത്യമായിട്ട് നിങ്ങൾ നോക്കി പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതെല്ലാം നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ടോപ്പിക്കുകളെല്ലാം പരിചയപ്പെടുത്തി. ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം ഇക്കണോമിക്സ്, ഇക്കണോമി. ഈ രണ്ട് ടേമുകൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ കുഴപ്പിക്കുന്ന ഒന്നാണ്. ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ ടേമും ഇക്കണോമി എന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, എന്നിരുന്നാലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എന്താണ് ഇക്കണോമിക്സും എന്താണ് ഇക്കണോമി എന്നും. ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. നമ്മൾ മാത്തമാറ്റിക്സ്, ബയോളജി എന്നൊക്കെ പറയുന്ന പോലെ, നമ്മൾ ഫിസിക്സ് എന്ന് പറയുന്ന പോലെ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റ്. ഓക്കെ, ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എന്താണ് വരുന്നത്? കുറെ തിയറീസ് ഉണ്ടാവും അല്ലെ? ഓക്കെ, കുറെ തിയറീസ് ഉണ്ടാവും, പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് തിയറികളും പ്രിൻസിപ്പിൾസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ഇക്കണോമിക്സിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഇക്കണോമിക്സിന്റെ വലിപ്പം എന്ന് പറയുന്നത്. പക്ഷേ ഇക്കണോമി എന്ന് പറയുന്നത് ഒരു ലാർജർ ഒരു കോൺസെപ്റ്റ് ആണ്, വലിയൊരു കോൺസെപ്റ്റ് ആണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇക്കണോമിക്സിനകത്ത് പഠിക്കുന്ന ഈ തിയറീസ് നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്ത് എന്താണോ മാറ്റം ഉണ്ടാകുന്നത്, ആ മാറ്റത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇക്കണോമി എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മുടെ രാജ്യത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തേക്ക് നോക്കൂ. ഒരു ഏരിയൽ വ്യൂ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പിക്ചോറിക്കലി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ രാജ്യത്തേക്ക് നോക്കുമ്പോൾ ഒരു സൈഡിൽ നമുക്ക് കുറെ കൃഷികൾ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. കുറച്ച് ഭാഗത്ത് കുറെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് പ്രവർത്തിക്കുന്നതാണ്. കുറച്ച് ഭാഗത്ത് കുറെ സർവീസ് സെക്ടറുകൾ, അതായത് സർവീസ് സെക്ടർ എന്ന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മുടിവെട്ടുന്ന കടയുണ്ട്, സിനിമാ തിയേറ്റർ ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ചേരുന്ന സർവീസ് സെക്ടറുണ്ട്. പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ നമുക്ക് കാണാൻ പറ്റും ഇല്ലേ? ഗതാഗത സൗകര്യം, ട്രെയിൻ, റെയിൽവേ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു കാര്യത്തെയാണ്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളെ ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് ഇക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കാണുന്നത് ഒരു വലിയൊരു ജോഗ്രഫിക്കൽ ഏരിയ ആയതുകൊണ്ട് എപ്പോഴും ഈ എക്കണോമി എന്ന് പറയുന്ന വാക്കിന് മുൻപിലായിട്ട് ഒരു ജോഗ്രഫിക്കൽ ഏരിയയുടെ പേരുണ്ടാവും. ഉദാഹരണത്തിന് ഇന്ത്യൻ എക്കണോമി, ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ചൈനീസ് എക്കണോമി,
അല്ലെന്നുണ്ടെങ്കിൽ ജാപ്പനീസ് എക്കണോമി, അതുപോലെ ജർമ്മൻ എക്കണോമി, ഇങ്ങനെ ഒരു ജോഗ്രഫിക്കൽ ഏരിയയുടെ പേര് ചേർത്തിട്ടായിരിക്കും നമ്മൾ ഇക്കണോമി എന്ന് പറയുന്നത്. അത് നമ്മൾ സിംപ്ലി ഇക്കണോമി നമ്മൾ പറയാറില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റും ഇക്കണോമി എന്ന് പറയുന്നത് ആ ഇക്കണോമിക്സിനകത്ത് പഠിക്കുന്ന തിയറികളുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് ഇക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ഇക്കണോമി. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഇക്കണോമി തകർന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഒന്നുകിൽ കൃഷി തകർന്നതാകാം, ഇല്ലെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി തകർന്നതാകാം. നമ്മുടെ ഇക്കണോമി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ വളരുന്നുണ്ട്, മാനുഫാക്ചറിങ് സെക്ടർ വളരുന്നുണ്ട്, സർവീസ് സെക്ടറുകൾ വളരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇക്കണോമിക്സ് വളരുന്നതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഇക്കണോമി വളരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കോൺസെപ്റ്റ് പിടികിട്ടില്ല, എല്ലാവരും ഒരു കൺഫ്യൂഷൻ ഉള്ളവർക്ക് അത് മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, നമുക്കിനി ഇക്കണോമിക് സിസ്റ്റത്തെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഇത് നിങ്ങൾ കേൾക്കാൻ പോകുന്ന വാചകമാണ്, അല്ലെങ്കിൽ ഒരു വാക്കാണ് ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇക്കണോമിക് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഇക്കണോമിക് സിസ്റ്റം refers to the manner in which individuals and institutions are connected together to carry out economic activities in a particular area. അതായത് ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ഇൻഡിവിജ്വൽസും ഒരു രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരസ്പരം കണക്ട് ചെയ്തിട്ടിരിക്കുന്ന രീതികളെയാണ് നമ്മൾ ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, പല രീതിയിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു ഫാക്ടറി വരികയാണ്. ഒരു ഫാക്ടറി വരുമ്പോൾ ഈ ഫാക്ടറി പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു രാജ്യത്തെ ഒരു ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഇൻഡസ്ട്രിയും അവിടുത്തെ ജനങ്ങളും തമ്മിലൊരു ബന്ധം ഉണ്ടാവും. ഓക്കെ, ആ ബന്ധം സ്ഥിരീകരിക്കുന്ന പല രീതിയിലാണ്. അങ്ങനെയുള്ള ആ രീതികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എക്കണോമിക് സിസ്റ്റം refers to the manner in which individuals and institutions are connected together. ഓക്കെ, ഒരു പല രീതിയിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ട് 3 തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റംസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി എന്ന് പറയും, 2 സോഷ്യലിസ്റ്റിക് ഇക്കണോമി എന്ന് പറയും, 3 മിക്സഡ് എക്കണോമി എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, സോഷ്യലിസ്റ്റ് എക്കണോമി ആൻഡ് മിക്സഡ് എക്കണോമി, ഇങ്ങനെ 3 തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റംസ് നമ്മുടെ ലോകത്ത് നിലനിൽപ്പുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്താണെന്ന് നോക്കാം. നമ്മൾ മലയാളത്തില് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നു. ഇതിന് നമ്മൾ സോഷ്യലിസ്റ്റിക് എന്ന് പറയുന്നു, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നു. ഇതിന് നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നു. അങ്ങനെ പ്രധാനമായിട്ട് ഈ 3 രീതിയിലാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഡിവിജ്വലായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാം, അത് ഉദാഹരണ സഹിതം നമുക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാം. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അല്ലെന്നുണ്ടെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്താന്ന് നോക്കാം. ആദ്യം അതിനു മുമ്പായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം, ആരാണ് ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ക്യാപിറ്റലിസം എന്നറിയപ്പെടുന്നത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദം സ്മിത്ത് ആണ്. ഓർത്തു വെച്ചോളൂ, ആദം സ്മിത്ത് ഈസ് ദ ഫാദർ ഓഫ് ക്യാപിറ്റലിസം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഈസ് ഓൾസോ ടേംഡ് ആസ് ദ ഫ്രീ ഇക്കണോമി or market economy, where the role of the government is minimum and the market determines the economic activities. ഇവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് മറ്റൊരു പേര് ഫ്രീ ഇക്കണോമി എന്ന് പറയുന്നുണ്ട്, മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നുണ്ട്. ഇത് ഓർത്ത് വെച്ചോളുക. മാർക്കറ്റ് എക്കണോമി എന്താണ് എന്ന് ചോദിക്കും. ഓക്കെ, എന്തിനെയാണ് മാർക്കറ്റ് എക്കണോമി എന്ന് വിളിക്കുന്നത്? അത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ് മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നത്. അത് എന്താണെന്ന് റീസൺ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുമ്പോൾ ഇവിടെ ഗവൺമെന്റിന് റോളൊന്നും ഇല്ല. ഗവൺമെന്റ് റോൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഒരു സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഗവൺമെന്റിന്റെ യാതൊരു ഇതില്ല. അത്തരത്തിലുള്ള എക്കണോമിയാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ബിസിനസ് തുടങ്ങാം, അവിടെ ഗവൺമെന്റ് ഒന്നും ഇന്റർഫിയർ ചെയ്യത്തില്ല. നിങ്ങൾക്ക് മാന്യമായ എന്ത് ബിസിനസ് നിങ്ങൾക്ക് രാജ്യത്ത് ചെയ്യാം. അത്തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റമാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ മാർക്കറ്റ് ഡിറ്റർമിൻസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അവിടെ ഇപ്പൊ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആവുമ്പോൾ അവിടുത്തെ പ്രൊഡക്റ്റുകൾ എങ്ങനെ വരുന്നു എന്ന് തീരുമാനിക്കുന്നത് മാർക്കറ്റിനനുസരിച്ചായിരിക്കും, അല്ലാതെ ജനങ്ങളുടെ ആവശ്യം നോക്കിയല്ല. അതായത് ഏത് പ്രൊഡക്റ്റ് കൊണ്ടുവന്നാൽ കൂടുതൽ ലാഭം ഞങ്ങൾക്ക് എടുക്കാം എന്നുള്ള ചിന്തയിലാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നത്.
ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോകത്ത് ഐഫോൺ എന്ന് പറയുന്ന ഫോണിന്റെ ഉൽപാദനം ഒരുപാട് വരുന്നുണ്ട് അല്ലെ. ഈ ഐഫോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരിക്കലും ജനങ്ങളുടെ ആവശ്യം നോക്കിയിട്ടല്ല, അവർക്ക് ഏത് ടെക്നോളജി കൊണ്ടുവന്നാൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് നോക്കിയാണ് അവരൊക്കെയും പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അതിനെ നമ്മൾ മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നു. ഓക്കെ, ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആർ പ്രൈവറ്റ്ലി ഓൺഡ്. അതുപോലെ തന്നെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അവിടുത്തെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, അവിടെ ഉൽപാദനം നടക്കുന്ന രീതികളും അല്ലെങ്കിൽ ഉൽപാദനം എന്ന് പറയുന്നത് പ്രൈവറ്റ്ലി ഓൺഡ് ആണ്, സ്വകാര്യ വ്യക്തികളാണ്. അതുപോലെ തന്നെ മാനുഫാക്ചറേഴ്സ് പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് പ്രോഫിറ്റ് മോട്ടീവ്. അവിടെ എന്ത് സാധനവും കൊണ്ടുവരുന്നതും ഉൽപ്പാദിപ്പിക്കുന്നതും പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടിയിട്ടാണ്, അതായത് അവർക്ക് ലാഭം കൊയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഹാസ് ദ ഫ്രീഡം ടു അണ്ടർടേക്ക് എനി ഓക്യുപ്പേഷൻ ആൻഡ് ഡെവലപ്പ് എനി സ്കിൽ. ഇവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ആർക്കും, ഏത് സ്വകാര്യ വ്യക്തിക്കും അവർക്ക് വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് മാർക്കറ്റിലേക്ക് വരാം, അവർക്ക് ഇഷ്ടമുള്ള ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് നിലനിൽപ്പുണ്ട്. ദ USA, ജർമ്മനി, ഓസ്ട്രേലിയ ആൻഡ് ജപ്പാൻ ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ USA ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഓസ്ട്രേലിയ, ജപ്പാൻ. നിങ്ങൾ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഗവൺമെന്റിന്റെ ഇന്റർഫറൻസ് വളരെ കുറവാണ്. ഓക്കെ, പ്രൊഡക്ഷൻ എല്ലാം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്, പ്രൈവറ്റ് കമ്പനീസ് ഇഷ്ടം പോലെ ഉണ്ടാവും, അവരാണ് പ്രൊഡക്റ്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് 3 ചോദ്യങ്ങളാണ്. അതായത് സിംഗിൾ വേർഡിൽ ആൻസറിൽ വരാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഒന്ന് ആദം സ്മിത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്ന് പറയുന്നത് മാർക്കറ്റ് എക്കണോമി എന്നറിയപ്പെടുന്നത് ഏത് എക്കണോമിക് സിസ്റ്റമാണ്. പിന്നെന്ന് പറയുന്നത് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ പ്രോഫിറ്റ് മോട്ടീവോട് കൂടിയാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത എക്കണോമിക് സിസ്റ്റം നമുക്ക് നോക്കാം. അടുത്തതാണ് സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കണോമി എന്ന് പറയും. സോഷ്യലിസ്റ്റ് ഇക്കണോമിയുടെ ഫാദർ ആരാന്ന് ചോദിച്ചാൽ അത് കാൾ മാർക്സ് ആണ്. കാൾ മാർക്സ് ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കൂടുതൽ മുഖവുരയുടെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. കാൾ മാർക്സ് ആണ് ഫാദർ ഓഫ് സോഷ്യലിസം എന്നറിയപ്പെടുന്നത്. ഇവിടെ സോഷ്യലിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യലിസം ഈസ് ഡിഫൈൻഡ് ആസ് എ വേ ഓഫ് ഓർഗനൈസിംഗ് എ സൊസൈറ്റി ഇൻ വിച്ച് മേജർ ഇൻഡസ്ട്രീസ് ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെന്റ്. ഓക്കെ, ഒരു രാജ്യത്തെ ഇൻഡസ്ട്രീസിനെ അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഡക്ഷൻ യൂണിറ്റുകളെ കൈകാര്യം ചെയ്യുന്നതും അതിന്റെ ഓണർഷിപ്പും അവിടുത്തെ ഗവൺമെന്റിന്റെ മാത്രം പേരിലാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇക്കണോമിക് സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യലിസ്റ്റിക് ഇക്കണോമി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു രാജ്യം, ആ രാജ്യത്തെ ഉൽപാദന പ്രക്രിയകളും എന്തും അവിടുത്തെ എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസും ഓൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥാവകാശം അവിടുത്തെ സർക്കാരിനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും അവിടുത്തെ സർക്കാരാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എക്കണോമിയാണ് സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. ആ സോഷ്യലിസ്റ്റ് എക്കണോമി ഈസ് ഓൾസോ നോൺ ആസ് പ്ലാൻഡ് എക്കണോമി ഓർ കമാൻഡ് എക്കണോമി. ഇതിന്റെ 2 പേരുകളാണ് പറയുന്നത്, പ്ലാൻഡ് ഇക്കണോമി എന്നും അതുപോലെ തന്നെ കമാൻഡ് എക്കണോമി. അപ്പൊ ഓർക്കുക, നമ്മൾ ആദ്യം ക്യാപിറ്റലിസ്റ്റ് എക്കണോമി പറഞ്ഞു, അതിന് 2 പേരുണ്ട്, മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ ഫ്രീ എക്കണോമി. ഇവിടെ സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻഡ് എക്കണോമി, അതുപോലെ തന്നെ കമാൻഡ് എക്കണോമി. ഇത് ചോദിക്കുക, ഓർത്ത് വെച്ചോളുക, ഇത് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, ഇൻ എ സോഷ്യലിസ്റ്റ് എക്കണോമി ഓൾ ദ റിസോഴ്സസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദ ഗവൺമെന്റ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സോഷ്യൽ എക്കണോമിയിൽ എല്ലാ റിസോഴ്സസും ഓൺ ചെയ്യുന്നതും അത് ഓപ്പറേറ്റ് ചെയ്യുന്നതും ഗവൺമെന്റ് ആണ്. അത് ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, പബ്ലിക് വെൽഫെയർ ഈസ് ദ മെയിൻ മോട്ടീവ് ബിഹൈൻഡ് ഓൾ ദ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇവിടെ ജനക്ഷേമം അല്ലെങ്കിൽ പബ്ലിക് വെൽഫെയർ ആണ് ഗവൺമെന്റിന്റെ പ്രധാന മോട്ടീവ്. സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ പ്രധാന മോട്ടീവ് എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ വെൽഫെയർ ആണ്. ഓക്കെ, നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, ആ സൂപ്പർ മാർക്കറ്റിൽ ലഭിക്കുന്ന സാധനങ്ങൾക്ക് അത്യാവശ്യം വില ഉണ്ടാവും. അരിക്ക് എത്ര രൂപയായിരിക്കും ഒരു സൂപ്പർ മാർക്കറ്റിൽ? ഒരു 60 രൂപ ഉണ്ടാവും അല്ലെ, 60 രൂപ അല്ലെങ്കിൽ 50 രൂപ ഉണ്ടാവും. അതേസമയം നിങ്ങൾ റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1 രൂപയ്ക്ക് കിട്ടും, 2 രൂപയ്ക്ക് കിട്ടും. കാരണം ആ റേഷൻ കട ഗവൺമെന്റിൻ്റെതാണ്, അത് സോഷ്യലിസ്റ്റിന്റെ ഭാഗമാണ്. സോ അവര് ജനങ്ങളുടെ വെൽഫെയർ ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 60 രൂപയ്ക്ക് അരി കൊടുക്കുന്ന സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോഫിറ്റ് ആണ് മോട്ടീവ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കാം. ഇറ്റ് എയിംസ് അറ്റ് ഇക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ. ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വിഭവങ്ങളും അതുപോലെ തന്നെ വെൽത്തും ഇൻകവും എല്ലാം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ചൈന, വിയറ്റ്നാം, പോളണ്ട് ആൻഡ് ക്യൂബ ആർ ദ എക്സാമ്പിൾസ് ഓഫ് സോഷ്യലിസ്റ്റ് എക്കണോമീസ്, ബട്ട് നൗ there are no absolutely socialist economies.
ഓക്കെ, നമുക്ക് ചൈന ഉണ്ടായിരുന്നു, വിയറ്റ്നാം ഉണ്ടായിരുന്നു, പോളണ്ട് ഉണ്ടായിരുന്നു. ഇതെല്ലാം സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ഭാഗമായിരുന്നു. പക്ഷെ ഇന്ന് ഒരു രാജ്യത്തും ഒരു അബ്സൊല്യൂട്ട് സോഷ്യലിസ്റ്റ് എക്കണോമി നിലനിൽപ്പില്ല. ഒരു പക്ഷെ നിങ്ങൾ നോർത്ത് കൊറിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ജിം കോങ് യൂണിന്റെ രാജ്യം. ഓക്കെ, അവിടെ സോഷ്യലിസ്റ്റ് എക്കണോമിയാണ് പൂർണ്ണമായിട്ട് നിലനിൽക്കുന്നത്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. ഈവൻ ഒരു ടെലിഫോൺ ആണെങ്കിൽ പോലും അത് ഗവൺമെന്റ് നിയന്ത്രണത്തിലാണ്. ഒരു മൊബൈൽ ഫോൺ പോലും അവിടെ ഗവൺമെന്റ് നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. ടെലിവിഷൻ ചാനൽ പോലും അവൈലബിൾ അല്ല, അത് ഗവൺമെന്റ് ചാനൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഗൂഗിളോ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റുകൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് സോഷ്യലിസ്റ്റ് ഇക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത ഇക്കണോമിക് സിസ്റ്റം പരിചയപ്പെടുത്താം. അടുത്താണ് മിക്സഡ് ഇക്കണോമി എന്ന് പറയും. ഓക്കെ, മിക്സഡ് എക്കണോമി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലിസത്തിന്റെ നല്ല വശവും സോഷ്യലിസത്തിന്റെ നല്ല വശവും കൂടെ ചേർത്തിട്ട് എന്തുണ്ടാക്കി, മിക്സഡ്. എല്ലാ ഇതിനകത്തിലെ പോസിറ്റീവ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ക്യാപിറ്റലിസത്തിന്റെ പോസിറ്റീവ് എന്താണ്? ക്യാപിറ്റലിസത്തിന്റെ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ഒരു ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നുണ്ട്, ജനങ്ങൾക്കൊരു റൈറ്റ് ഉണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് ചിന്താഗതി ആണ് ക്യാപിറ്റലിസത്തിലുള്ളത്. അത് അവർ അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ സോഷ്യലിസത്തിനകത്ത് പോസിറ്റീവ് ആയിട്ടുണ്ട്. എന്താണ്? പബ്ലിക് വെൽഫെയർ എന്ന് പറയുന്ന പോസിറ്റീവ്. ഇപ്പൊ ഞാൻ ഇവിടെ ഒന്ന് എഴുതാം, ക്യാപിറ്റലിസത്തിലെ പോസിറ്റീവ് എന്താണ്? ഫ്രീ. ഓക്കെ, ഫ്രീ ട്രേഡ് അല്ലെ, ഫ്രീ, ഇതിങ്ങനെ കുറെ ജനങ്ങൾക്കുള്ള ഒരു ഫ്രീഡം, പിന്നെ ഒരു ഡെമോക്രസി. ഓക്കെ, അതാണ് ക്യാപിറ്റലിസത്തിലെ പോസിറ്റീവ് എന്ന് പറയുന്നത്. സോഷ്യലിസത്തിലെ പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് വെൽഫെയർ. ഓക്കെ, അത് രണ്ടുകൂടെ ചേർന്നിട്ട് എന്തുണ്ടാക്കി? മിക്സഡ് എക്കണോമിക് സിസ്റ്റം ഉണ്ടാക്കി. സോ ഇൻ എ മിക്സഡ് എക്കണോമിക് സിസ്റ്റം both private and public sectors coexist and work together towards an economic development. അതായത് മിക്സഡ് എക്കണോമിയിൽ പ്രൈവറ്റും പബ്ലിക്കും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരേ സമയം തന്നെ സോഷ്യലിസ്റ്റ് കോൺസെപ്റ്റ് പ്രവർത്തിക്കുന്ന റേഷൻ കടകളുമുണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് രീതിയിൽ പ്രവർത്തിക്കുന്ന ആരുമുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുമുണ്ട്. Okay, in these economies, resources are owned by individuals and government. ഇപ്പം മിക്സഡ് എക്കണോമിയിൽ നമ്മൾക്കും റിസോഴ്സസ് തന്നെ നമുക്ക് കൊണ്ടുവരാം, അതുപോലെ തന്നെ ഈ പറയുന്ന ഗവൺമെന്റും കൊണ്ടുവരാം. എക്സാമ്പിൾസ് ഓഫ് മിക്സഡ് എക്കണോമി: ഇന്ത്യ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ബ്രസീൽ, ഒട്ടുമിക്ക രാജ്യങ്ങളും ഇപ്പോൾ ആരാണ് കൊണ്ടുവരുന്നത്? ഏത് സിസ്റ്റമാണ് കൊണ്ടുവരുന്നത്? മിക്സഡ് എക്കണോമിക് സിസ്റ്റം. ഓക്കെ, ഗവൺമെന്റ് ആശുപത്രി, പ്രൈവറ്റ് ആശുപത്രി. ഗവൺമെന്റ് ആശുപത്രി എന്തിനാ? ഗവൺമെന്റ് ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ നടത്തുന്ന ആൾക്കാരുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത നമുക്ക് സെക്ടേഴ്സ് ഓഫ് എക്കണോമി എന്താന്ന് നോക്കാം. സെക്ടേഴ്സ്. ഓക്കെ, അതായത് എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മുടെ രാജ്യത്ത്. നമ്മൾ നോക്കുമ്പോൾ ഞാൻ ആദ്യ തുടക്കത്തിൽ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്, മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ പല സെക്ടേഴ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, പല തട്ടുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, സെക്ടേഴ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഓക്കെ, എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ എ കൺട്രി ഓർ ഇക്കണോമി ആർ ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻടു 3 മെയിൻ സെക്ടേഴ്സ് ആൻഡ് ബൈ ദെയർ ഡോമിനന്റ് ഇക്കണോമിക്സ് ഗെറ്റ് ദെയർ നെയിം ഓൾസോ. അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു സെക്ടേഴ്സിനെ, അതായത് ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ ഏതൊക്കെ സെക്ടറുകളായിട്ട് തരംതിരിച്ചു നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രൈമറി സെക്ടർ, ദെൻ സെക്കൻഡറി സെക്ടർ, അടുത്തത് ടേഴ്സറി സെക്ടർ. ഓക്കെ, പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി. പ്രൈമറിക്ക് നമ്മൾ പ്രാഥമികം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നു, പ്രാഥമിക തലം. അടുത്ത സെക്കൻഡറി ദ്വിതീയം. ഓക്കെ, ഇത് തൃതീയം. ഇങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. നോക്കാം. പ്രൈമറി സെക്ടർ is the economic activities which take place while exploiting the natural resources fall under it, such as agricultural activities, mining, oil exploration, etc. അതായത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് പൂർണ്ണമായിട്ടും പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് നടക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റിയെ നമ്മൾ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നുണ്ട്. അതായത് ഒന്നുകൂടെ പറയാം, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ,
അതിനെയാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. ഉദാഹരണം കൃഷി എന്ന് പറയുന്നത് ഒരു പ്രൈമറി സെക്ടറാണ്. കാരണം പ്രാഥമിക മേഖല എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ തന്നെയുള്ള നമ്മുടെ പ്രകൃതിയിലുള്ള വിഭവങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ മൈനിങ് എന്ന് പറയുന്നത്, മൈനിങ് എല്ലാം അറിയാമല്ലോ നിങ്ങൾക്ക്, എല്ലാം പ്രകൃതി വിഭവങ്ങളെ യൂസ് ചെയ്തുകൊണ്ടാണ്. അഗ്രികൾച്ചർ or subsectors of the primary sector contribute minimum half of the national income and livelihood in the country. It is called agrarian economy. അപ്പം അതൊരു കണ്ടീഷനാണ് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ വരുമാനം, ഇപ്പൊ ഒരു രാജ്യത്തിന് നമുക്ക് 100 രൂപ വരുമാനം ഉണ്ടെങ്കിൽ ആ 100 രൂപയിൽ 50 51 അതിന് മുകളിലോട്ടോ അഗ്രികൾച്ചർ സെക്ടർ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ, എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ വരുമാനത്തിന്റെ 50% അതിന് മുകളിലോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കാർഷിക മേഖലയാണെങ്കിൽ നമ്മൾ അത്തരം എക്കണോമി അഗ്രേറിയൻ എക്കണോമി എന്നാ പറയുക. അതാണ് പറഞ്ഞത്. ഓക്കെ, അടുത്താണ് സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് അണ്ടർ വിച്ച് റോ മെറ്റീരിയൽസ് ആർ എക്സ്ട്രാക്റ്റഡ് ഔട്ട് ഓഫ് പ്രൈമറി സെക്ടർ ആർ പ്രോസസ്ഡ്. അതായത് നമുക്ക് പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ കൃഷി ചെയ്തിട്ട് നമ്മൾ അഗ്രികൾച്ചർ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ നേരെ ഇത് ഒരു മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് ഒരു വീറ്റ് ഫ്ലോർ ഉണ്ടാക്കുന്നു, ഗോതമ്പ് പൊടി ഉണ്ടാക്കുന്ന ഒരു കമ്പനി നമ്മൾ സ്ഥാപിക്കുന്നു. അപ്പോൾ ഈ ഗോതമ്പിനെ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രൈമറി സെക്ടറും, ഗോതമ്പിൽ നിന്ന്, അതായത് ഗോതമ്പ് എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറിന്റെ ഔട്ട്പുട്ടാണ്, ഇത് നേരെ കൊണ്ടുപോയിട്ട് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ച് ഒരു വീറ്റ് ഫ്ലോർ എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി എന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടറാണ്. അതായത് പ്രൈമറി സെക്ടറിന്റെ ഔട്ട്പുട്ട് റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന മേഖലയാണ് സെക്കൻഡറി സെക്ടർ. ഓക്കെ, വെൻ സെക്കൻഡറി സെക്ടർ ബ്രിങ്സ് ഇൻ മിനിമം ഹാഫ് ഓഫ് ദ നാഷണൽ ഇൻകം ആൻഡ് ലൈവ്ലിഹുഡ് ഇൻ എ കൺട്രി, ഇറ്റ് ഈസ് കോൾഡ് ഇൻഡസ്ട്രിയൽ എക്കണോമി. ഒരു രാജ്യത്തിന്റെ വരുമാനത്തിന്റെ 50% അതിൽ കൂടുതലോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സെക്കൻഡറി സെക്ടർ ആണെന്നുണ്ടെങ്കിൽ അത്തരം നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമി നമ്മൾ പറയുന്ന പേരാണ് ഇൻഡസ്ട്രിയൽ ഇക്കണോമി. ഓക്കെ, ഇപ്പം 50 കൂടുതലോ വരുമാനത്തിന്റെ 50% അതിൽ കൂടുതലോ ഒരു മാനുഫാക്ചറിംഗ് സെക്ടർ സെക്കൻഡറി സെക്ടർ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം എക്കണോമി നമ്മൾ ഇൻഡസ്ട്രിയൽ ഇക്കണോമി എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത നമുക്ക് ടെർഷ്യറി സെക്ടർ നോക്കാം. ഓൾ ഓഫ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് വേർ സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് falls this sector such as education, healthcare, banking, communication, etc. ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ സർവീസസ് ആണെന്നുണ്ടെങ്കിൽ, പ്രൊഡക്റ്റ് അല്ല സർവീസസ് മാത്രമാണെന്നുണ്ടെങ്കിൽ അത്തരം സെക്ടറിനെ നമ്മൾ ടെർഷ്യറി സെക്ടർ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തൃതീയ മേഖല എന്ന് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ തൃതീയ മേഖലയാണ്, ഹെൽത്ത് കെയർ, ബാങ്കിങ്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ, ടീച്ചിങ്, ഇതെല്ലാം ഇതെന്ന് പറയുന്നത് എന്താണ്? ടെർഷ്യറി സെക്ടർ ആണ്. Okay, when this sector contributes minimum half of the national income and livelihood in a country, it is called a service economy. ഒരു രാജ്യത്തിന്റെ വരുമാനത്തിന്റെ 100 രൂപയാണെന്നുണ്ടെങ്കിൽ അതിന് 50 അതിൽ കൂടുതലോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ പറയുന്ന സർവീസ് സെക്ടറിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇക്കണോമിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർവീസ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. പ്രൈമറി സെക്ടർ ഉണ്ട്, സെക്കൻഡറി സെക്ടർ ഉണ്ട്, ടെർഷ്യറി സെക്ടർ ഉണ്ട്. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഞാൻ 2-3 ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പൊ നമുക്കതൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: യൂസിങ് ഷുഗർ കെയിൻ റോ മെറ്റീരിയൽ വി മേക്ക് ഷുഗർ ഓർ ഗർ, അണ്ടർ വാട്ട് സെക്ടർ ഡസ് ദിസ് ആക്ടിവിറ്റി കം? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചിട്ട് ആ ഗോതമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഗോതമ്പ് പൊടി ഉണ്ടാക്കുന്നത് സെക്കൻഡറി സെക്ടർ എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. എന്ന് പറയുന്ന പോലെ നമ്മൾ കൃഷി ചെയ്ത് ഷുഗർ കെയിൻ ഉണ്ടാക്കുന്നു, ആ ഷുഗർ കെയിനിൽ നിന്ന് ഷുഗർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അപ്പൊ ഏതായിരിക്കും അത്? ഇൻഡസ്ട്രിയൽ സെക്ടർ ആണ്. ഓക്കെ അല്ലെ, പ്രൈമറി അല്ല, പ്രൈവറ്റ് അല്ല, ടെർഷ്യറി അല്ല. ടെർഷ്യറി എന്ന് പറയുമ്പോൾ സർവീസ് ആണ്. അപ്പൊ നമുക്ക് ആൻസർ ഏതാ? ഇൻഡസ്ട്രിയൽ സെക്ടർ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ സെക്കൻഡറി സെക്ടർ? എന്താണ് സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് എ ഗുഡ് ബൈ എക്സ്പ്ലോയിറ്റിംഗ് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തുന്നതിനാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. ആണോ? അല്ല, നമ്മൾ കുറച്ചുമ്പോ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്? അത് പ്രൈമറി സെക്ടർ ആണ്. ഓക്കെ, അടുത്ത ഓപ്ഷൻ നോക്കാം. ആക്ടിവിറ്റീസ് ഇൻ വിച്ച് നാച്ചുറൽ പ്രൊഡക്ട്സ് ആർ ചേഞ്ച്ഡ് ഇൻ ടു അതർ ഫോംസ് ത്രൂ വേസ് ഓഫ് മാനുഫാക്ചറിങ്. മാനുഫാക്ചറിങ് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം അത് സെക്കൻഡറി സെക്ടർ ആണ്. അപ്പൊ നമുക്കിതൊന്നും നോക്കണ്ട.
ഇതൊന്നും നോക്കണ്ട, നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ആണ്. മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടർ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് അടുത്ത് നോക്കാം. വിച്ച് ആക്ടിവിറ്റീസ് കം അണ്ടർ ദ അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടർ? താഴെ പറയുന്ന കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് അഗ്രികൾച്ചറിനകത്ത് ഉൾപ്പെടുന്നത്? ഡയറി ഉണ്ട്, മിനറൽ എക്സ്കവേഷൻ ഉണ്ട്, യൂസിങ് കോട്ടൺ ഫൈബർ ഫ്രം ദ പ്ലാന്റ്, സെല്ലിംഗ് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. ഏതൊക്കെയാണ്? മിനറൽ എക്സ്കവേഷൻ എന്തായാലും വരത്തില്ല അല്ലെ. യൂസിങ് കോട്ടൺ ഫൈബർ ഫ്രം ദ പ്ലാന്റ്, പ്ലാന്റിൽ നിന്ന് കോട്ടൺ ഫൈബർ എടുക്കുന്ന പരിപാടി അതൊരിക്കലും എന്താണ്? അഗ്രികൾച്ചർ അല്ല. ഓക്കെ, സെല്ലിംഗ് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ് അതുമല്ല. സെല്ലിംഗ് എന്ന് പറയുമ്പോൾ അത് സർവീസ് ആണ് അല്ലേ. അപ്പം നമുക്ക് ആകെ വരുന്നത് എന്താണ്? ഡയറി ആണ് അല്ലേ. ഡയറി ഫാമിംഗ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിലാണ് വരുന്നത്. അവിടെ നാച്ചുറൽ റിസോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ഡാഷ് ഗ്രാജുവലി ബിക്കം ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ ടോട്ടൽ പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് വളരെ പ്രധാനമായത് ഒരു രാജ്യത്തിന്റെ പ്രൊഡക്ഷനകത്തും അതുപോലെ തന്നെ തൊഴിൽ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനകത്തും ഏറ്റവും പ്രധാനപ്പെട്ടതായത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ, പബ്ലിക് സെക്ടർ, പ്രൈമറി സെക്ടർ. ഓക്കെ, അത് ആൻസർ സെക്കൻഡറി സെക്ടർ ആണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കൂടുതലും കൃഷിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ കൃഷിക്ക് ഉണ്ടായിരുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കമ്പാരിറ്റീവ്ലി കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു. അതേസമയത്ത് നമ്മുടെ ഇൻഡസ്ട്രി വരുമ്പോഴത്തേക്ക്, വലിയൊരു കമ്പനി വരുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 10,000-16,000 ആൾക്കാർക്ക് ഒരേ സമയം തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം സൃഷ്ടിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. സോ പ്രൊഡക്ഷനകത്തും എംപ്ലോയ്മെന്റ് ജനറേഷനിലും നമുക്ക് ഏറ്റവും മുന്നിട്ട് വന്നത് ഏതാണ്? സെക്കൻഡറി സെക്ടറിലൂടെയാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് വൈ ഡിഡ് ദ സെക്കൻഡറി സെക്ടർ ലേറ്റർ ബിക്കം ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സെക്ടർ? എന്തുകൊണ്ടാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് മാറിയെന്നാണ് അടുത്ത ചോദ്യം. People began to use many more goods that were produced in the factories at cheap rates, employment increased, agriculture declined. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ എംപ്ലോയ്മെന്റ് ഇൻക്രീസ്ഡ്. ഇതൊന്നും അല്ല. ഓക്കെ, സോറി ഇവിടെ ഒരു ആൻസർ വരുന്നുണ്ട്. പീപ്പിൾ ബിഗാൻ ടു യൂസ് മെനി മോർ ഗുഡ്സ് ദാറ്റ് വർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഫാക്ടറീസ് അറ്റ് ചീപ്പ് റേറ്റ്. ഓക്കെ, കാരണം അതുവരെ നമുക്ക് തുണി കൈകൊണ്ട് നെയ്തെടുക്കുന്ന തുണികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് കൈകൊണ്ട് നമ്മൾ തുന്നുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിന്റെ വിലയും കൂടുതലായിരിക്കും. പക്ഷെ ഒരു കമ്പനി വരുമ്പോഴത്തേക്ക് മെഷീൻ വഴി നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൂടുതൽ എണ്ണം നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അപ്പൊ കൂടുതൽ എണ്ണം നിർമ്മിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് വിൽക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റും ഇൻക്രീസ് ചെയ്തു. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആൻഡ് ബി. ഓക്കെ, ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് കൂടുതൽ കണ്ടന്റ് ഒരു ലിമിറ്റഡ് സമയത്തിനുള്ളിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോഷ്യലിസം ഇസ് എ സിസ്റ്റം അണ്ടർ വിച്ച് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ കൺട്രോൾഡ് ബൈ ആരാണ്? സോഷ്യലിസത്തിൽ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? പ്രൈസ് മെക്കാനിസം അല്ല, മാർക്കറ്റ് മെക്കാനിസം അല്ല, നൺ ഓഫ് ദീസ് അല്ല, ഗവൺമെന്റ് ആണ്. സോഷ്യലിസം ഗവൺമെന്റ് കണക്ട് ചെയ്തോളാം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ഇന്ത്യൻ ഇക്കണോമിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നില്ല, കാരണം ഇതെല്ലാം വൺ വേർഡ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കിത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്താം. ആ പുസ്തകത്തിന്റെ പേരാണ് അർത്ഥശാസ്ത്ര. നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾക്കറിയാം. എഴുതിയത് ആരാന്ന് നിങ്ങൾക്കറിയാം. അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ആൻ ഏൻഷ്യന്റ് ബുക്ക് വിച്ച് ഡീൽസ് വിത്ത് ദ ഇന്ത്യൻ എക്കണോമി പ്രിപ്പയർഡ് ബൈ ചാണക്യ ഓർ കൗടില്യ. നമ്മുടെ രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശത്ത് ആ ജോഗ്രഫിക്കൽ ഏരിയയിൽ ആദ്യമായിട്ട് സാമ്പത്തിക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കപ്പെട്ട പുസ്തകമാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. ഈ അർത്ഥശാസ്ത്രം എഴുതിയത് ചാണക്യൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തെ മറ്റൊരു പേര് കൗടില്യൻ എന്നാണ്, മറ്റൊരു പേര് വിഷ്ണുഗുപ്തൻ എന്നാണ്. അപ്പം അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത് ആൻ ഏൻഷ്യന്റ് ബുക്ക് വിച്ച് ഡീൽസ് വിത്ത് ദ ഇന്ത്യൻ എക്കണോമി പ്രിപ്പയർഡ് ബൈ ചാണക്യ ഓർ കൗടില്യ. ഓക്കെ, അതുപോലെ ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ്. പല പരീക്ഷകൾക്ക് പലതവണ ആവർത്തിച്ച ചോദ്യമാണ്. ഓക്കെ, ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക്സ് ദാദാഭായ് നവറോജി. അതുപോലെ തന്നെ ദാദാഭായ് നവറോജി ഒരു തിയറി കൊണ്ടുവന്നു. ആ തിയറിയുടെ പേരാണ് ഡ്രെയിൻ തിയറി എന്ന് പറഞ്ഞ തിയറി കൊണ്ടുവന്നു. ആര്? ദാദാഭായ് നവറോജി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇറ്റ് എക്സ്പ്ലെയിൻഡ് ദ വെൽത്ത് ഓഫ് ഇന്ത്യ ഈസ് ലൂട്ടഡ് ബൈ ബ്രിട്ടീഷ് ഇൻ ദ ഫോം ഓഫ് ടാക്സസ് ആൻഡ് സാലറീസ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷേഴ്സ് ഭരിച്ചു. ഈ ഭരിച്ച ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു? നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തും അവർ ടാക്സ് ആയിട്ടും സാലറി ഒക്കെ ആയിട്ടും അവരെന്ത് ചെയ്യുന്നു? അവർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി.
ഉദാഹരണത്തിന് ഇത് ഇന്ത്യയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രിട്ടൻ. ഓക്കെ, ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ എങ്ങോട്ടേക്ക് പോയി? ബ്രിട്ടനിലേക്ക് പോയി. ഇങ്ങനെ ഡ്രെയിൻ ചെയ്തു പോയി നമ്മുടെ വെൽത്ത് എല്ലാം. അങ്ങനെ പ്രൊപ്പോണ്ട് ചെയ്യപ്പെട്ട തിയറിയാണ് ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വെൽത്ത് ഡ്രെയിൻ ചെയ്ത് ബ്രിട്ടനിലേക്ക് പോയി. അതാണ് ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദാദാഭായ് നവറോജിയുടെ ഒരു വളരെ പ്രശസ്തമായ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് വോയിസ് ഓഫ് ഇന്ത്യ. പിന്നെ അടുത്തതിന് വരാൻ പോകുന്ന കാര്യങ്ങളാണ് നാഷണൽ ഇൻകം. അതായത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത 3 പേരുണ്ട്. ആദ്യത്തെ ആളെന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഇൻകം ആദ്യമായിട്ട് കണക്കാക്കുന്നത് 1867-68 കാലഘട്ടത്തിലാണ്. ഓക്കെ, ആ സമയത്ത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് 340 കോടിയാണ്. പെർ ക്യാപിറ്റ ഇൻകം 20 രൂപ. നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഓർത്ത് വെക്കുക. ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയത് ദാദാഭായ് നവറോജി 1867-68 കാലഘട്ടത്തിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് ഡ്രെയിൻ തിയറി ഈസ് ഓൾസോ മെൻഷൻ ഇൻ ദ ബുക്ക് ഇംഗ്ലണ്ട് ഡെറ്റ്സ് ടു ഇന്ത്യ റിട്ടൺ ബൈ ലാലാ ലജ്പത് റായ്. അതുപോലെ തന്നെ ഡ്രെയിൻ തിയറിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റൊരു പുസ്തകം കൂടിയുണ്ട്. അതിന്റെ പേരാണ് ഇംഗ്ലണ്ട് ഡെബ്സ് ടു ഇന്ത്യ. അത് എഴുതിയത് ലാലാ ലജ്പത് റായ് ആണ്. അപ്പൊ ഡ്രെയിൻ തിയറിയെ കുറിച്ച് പറഞ്ഞ 2 പേരുണ്ട്, ദാദാഭായ് നവറോജി, ലാലാ ലജ്പത് റായ്. ദാദാഭായ് നവറോജി പറഞ്ഞത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിലൂടെയാണെങ്കിൽ ലാലാ ലജ്പത് റായ് ഡ്രെയിൻ തിയറിയെ കുറിച്ച് മെൻഷൻ ചെയ്തത് ഇംഗ്ലണ്ട് ഡെബ്സ് ടു ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത പോയിന്റ്, ഹു കാൽക്കുലേറ്റഡ് നാഷണൽ ഇൻകം ഇന്ത്യ സയന്റിഫിക്കലി? വളരെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മളുടെ രാജ്യത്തിന്റെ വരുമാനം കണക്കാക്കിയത് അത് VKRV റാവു ആണ്. ഓക്കെ, ഒന്നര ഞാൻ പറയാം, 1867 ദാദാഭായ് നവറോജി കണക്കാക്കി. പക്ഷെ അത് ശാസ്ത്രീയമായ രീതിയിൽ അല്ലായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ 1931 VKRV റാവു കണക്കാക്കി. ശാസ്ത്രീയമായിട്ട് ഇന്ത്യയുടെ വരുമാനം VKRV റാവു കണക്കാക്കി. അതുപോലെ തന്നെ VKRV റാവു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചു, അതാണ് ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ 2 കാര്യങ്ങൾ പഠിച്ചു. VKRV റാവു ആണ് ഇന്ത്യയിൽ ശാസ്ത്രീയമായിട്ട് നാഷണൽ ഇൻകം കണക്കാക്കിയത്, അത് 1931 VKRV റാവു ആണ് ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് സ്ഥാപിച്ചതും. ഓക്കെ, അടുത്തതാണ് ഹു കാൽക്കുലേറ്റഡ് നാഷണൽ ഇൻകം ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ? സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം കണക്കാക്കിയത് അത് ആരാണെന്ന് ചോദിച്ചാൽ അത് PC മഹലനോബിസ് ആണ്. 1949 PC മഹലനോബിസ്. ഓക്കെ, അപ്പൊ 3 പേരാണ്, ദാദാഭായ് നവറോജി, VKRV റാവു, PC മഹലനോബിസ്. ഈ 3 പേരാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയത്. ആ ഇയറും കൂടി ഒന്ന് ഓർത്തു വെച്ചോളുക. ഓക്കെ, അടുത്ത നോക്കാം. ഈ PC മഹലനോബിസിനെ കുറിച്ച് പറയുമ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇന്ത്യൻ സ്ഥിതിവിവര കണക്കുകളുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ ബജറ്റ്, ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് ഒക്കെ എന്നറിയപ്പെടുന്ന ആരാണ്? PC മഹലനോബിസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്നറിയപ്പെടുന്നത് ഈ PC മഹലനോബിസിന്റെ ബർത്ത്ഡേ ആണ്, അതായത് ജൂൺ 29 ആണ്. ഓക്കെ, ഹു പ്രസന്റഡ് ബഡ്ജറ്റ് ഇൻ ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം? ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ കൂടിയാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്കണോമിക്സിന്റെ ഭാഗം എന്ന് പറയുന്നത്. ഇക്കണോമിക്സിനകത്തിലെ ഒട്ടുമിക്ക പരീക്ഷകൾക്കും വളരെ അടിസ്ഥാനപരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളിൽ പലർക്കും ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നവരുണ്ട്, അറിയാത്തവർ ഈ വീഡിയോ ഒന്ന് റെഫർ ചെയ്തോളുക. ഓക്കെ, വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം, ഈ വീഡിയോയെ കുറിച്ച് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഇംപ്രൂവ് ചെയ്യാനാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തുക, നമ്മളെ അറിയിക്കുക. ഓക്കെ, അപ്പം കൂടുതൽ സപ്പോർട്ട് ചെയ്യും. അപ്പം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എല്ലാവരും നന്നായി പഠിക്കുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി കരസ്ഥമാക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.